നമസ്കാരം. ഭാരത് ലീവിലേക്ക് സ്വാഗതം. തമ്പുരാൻ ബഹളത്തിനിടയിൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോയ ഒന്നാണ് മുനമ്പം വിഷയത്തിലെ KCBC അഥവാ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ നിലപാട്. വഖഫ് നിയമം ഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ KCBC കേരളത്തിൽ നിന്നുള്ള MP മാരോട് പറഞ്ഞു കഴിഞ്ഞു. ആ ആഹ്വാനം അതിന്റെ പ്രാധാന്യവും സ്വഭാവവും വെച്ച് വളരെ കൃത്യമാണ് താനും. ഇത്രയും നാൾ മുനമ്പം വിഷയത്തിൽ ക്രിസ്തീയ സമൂഹത്തെയും അവരുടെ നേതൃത്വത്തെയും കബളിപ്പിക്കാൻ UDF നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. LDF-ഉം ഇതേ കളി തന്നെ കളിച്ചും കഴിഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ലീഗ് നേതാക്കൾ ഇറക്കി UDF ചെയ്തത് എന്താണെന്ന് ഓർമ്മയുള്ളവർക്കെല്ലാം അറിയുകയും ചെയ്യാം. പക്ഷേ ഇപ്പോൾ ക്രിസ്തീയ സഭകളുടെ സ്വരം മാറുകയാണ്. കേരളത്തിലെ ക്രിസ്തീയ സമൂഹം പരസ്യമായ BJP ചായ്വിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുനമ്പം വിഷയം ഉൾപ്പെടെയുള്ളവ പുറത്തു വരുന്നതും ചർച്ചയാകുന്നതും. അവിടെയും UDF LDF നേതാക്കൾ വഖഫ് നിയമം ഉപയോഗിച്ചുള്ള തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന നിലപാടുകൾ കൈക്കൊണ്ടതും ഇന്നലെ വരെ കണ്ട അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ പരിപ്പ് ഇനി മുനമ്പത്ത് വേവില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതും ഒരേ സമയത്താണ്. മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങൾ നടത്തുന്ന സമരം പരാജയപ്പെട്ടാൽ കേരളത്തിൽ ആരുടെയും ഒരു ഭൂമിക്കും സുരക്ഷയില്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. ക്രിസ്തീയ നേതൃത്വം ഇക്കാര്യത്തിൽ ആശങ്കാകുലർ തന്നെയാണ്. കേരളത്തിൽ നടക്കുന്ന ഭീകരവാദ വളർച്ചയെ പേടിച്ച് ക്രൈസ്തവ സമൂഹത്തിലെ പലരും കേരളത്തിന് പുറത്തേക്ക് സെറ്റിൽ ചെയ്യുന്നതുമായി പോലും കാണപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ചിന്തകൾ പോലും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. മുനമ്പം വിഷയവും അതിലെ ക്രൈസ്തവ പ്രതിരോധവും ഇപ്പോൾ ചർച്ചയിൽ വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിന് മുനമ്പം ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ്. ആ പശ്ചാത്തലത്തിൽ വേണം KCBC എടുക്കുന്ന നിലപാടിനെ കാണാൻ. KCBC ശക്തമായി ഇത്തരം തീരുമാനം എടുത്തുകൊണ്ട് രംഗത്ത് വരുന്നതിന് പിന്നിൽ KCBC അധ്യക്ഷൻ മാർക്ക് ക്ലിമിസും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള നല്ല ബന്ധവും ക്ലിമിസിന് രാജീവ് ചന്ദ്രശേഖറിലുള്ള വിശ്വാസവും കൂടി കാരണമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിന്നുള്ള MP-മാരിൽ ഒരാൾ BJP-യുടെ സുരേഷ് ഗോപിയും ഒന്ന് LDF-ഉം ആണെങ്കിൽ ബാക്കിയെല്ലാം UDF MP-മാരാണ്. അതിന് ലീഗ് MP-മാരുമുണ്ട്. ലീഗ് MP-മാർ വഖഫ് നിയമം ഭേദഗതി ബില്ലിനെതിരായി മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ. അത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ മറ്റുള്ള UDF LDF MP-മാർ ഇനി അവർക്കാർക്കും ഒപ്പം നിൽക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശം ഒളിപ്പിച്ചാണ് കത്തോലിക്ക ബിഷപ്പ് കൂട്ടായ്മ നിലപാടെടുക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരായി അവർ വോട്ട് ചെയ്താൽ ഉറപ്പായും ഇത് LDF-നും പ്രത്യേകിച്ച് UDF-നുമൊക്കെ അനുകൂലമായി ക്രൈസ്തവ സഭകൾ എടുക്കാറുള്ള നിലപാടുകൾക്ക് മാറ്റം വരും. BJP-യിലേക്ക് അവർ വിട്ടുപോകുമെന്നുള്ളതും സുനിശ്ചിതമാവുകയാണ്. സഭാവിശ്വാസികളായ സാധാരണ ജനങ്ങൾ ഇപ്പോൾ തന്നെ BJP-ക്കും മോദിക്കും അമിത്ഷായ്ക്കും അനുകൂലമായി ചിന്തിക്കുന്നവർ തന്നെയാണ്. അവരുടെ വോട്ടുകൾ BJP-യുടെ പെട്ടിയിൽ വീണു തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ അവസ്ഥ മാറാനും പോകുന്നു. വഖഫ് നിയമ ഭേദഗതി ബില്ലിന് എതിരാണ് കേരളത്തിലെ UDF LDF MP-മാരുടെ നിലപാടെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം രാഷ്ട്രീയപരമായി BJP-യെ പിന്തുണയ്ക്കുന്ന തീരുമാനം കൈക്കൊള്ളാൻ നിർബന്ധിതരാവുക തന്നെ ചെയ്യും. മുനമ്പം ഒരു ചൂണ്ടുപലകയാണ്. ഒരു വിഭാഗം ആളുകൾക്ക് അത് നിലനിൽപ്പിന്റെ സമരം സംബന്ധിച്ചതാണെങ്കിൽ അവരോട് സമരസപ്പെടുന്നവർക്ക് അത് രാഷ്ട്രീയ മാറ്റത്തിന്റെ തീരുമാനമെടുക്കാനുള്ള ദിശയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഒന്നുറപ്പാണ്, വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരായാണ് UDF എങ്കിൽ അതിന് UDF-ന്റെ വാട്ടർലൂ തന്നെയായിരിക്കും. UDF തകരും. അതിലെ ചില ഘടകകക്ഷികൾ NDA-യിൽ ചേരുക പോലും ചെയ്യാം. കോൺഗ്രസും ലീഗും മാത്രമുള്ള ഒരു UDF ആകും പിന്നെ ഉണ്ടാവുക. അതിൽ നിലനിൽക്കാൻ ബാക്കി ഉണ്ടാവുക ലീഗ് മാത്രം തന്നെയാകും എന്നതായിരിക്കും കൗതുകകരമായ വസ്തുതയും. അത് കേരളത്തിലെ LDF NDA ഡയറക്ട് പൊളിറ്റിക്കൽ ഫൈറ്റിന്റെ രാഷ്ട്രീയത്തിലേക്കും BJP ചിലപ്പോൾ ഭരണത്തിലേക്ക് പോലും വരുന്നതിനും കാരണമായേക്കാം. ലീഗിനൊപ്പം ആരുണ്ടോ അവർ സ്ഥിരം പ്രതിപക്ഷത്തുമായിരിക്കും. KCBC-യോട് പറയാനുള്ളത് കേരളത്തിലെ മുഴുവൻ MP-മാരും ഏതായാലും മുനമ്പത്തെ ജനങ്ങൾക്കെതിരെ നിൽക്കില്ല എന്ന് തന്നെയാണ്. ഈ വോട്ട് അവർക്കായി ഉറപ്പായും കേരളത്തിൽ നിന്നുണ്ട്. അത് തൃശൂർ മണ്ഡലം വിശ്വാസപൂർവ്വം തെരഞ്ഞെടുത്തയച്ച BJP MP സുരേഷ് ഗോപിയുടെ കൂടി വിജയമായിരിക്കുകയും ചെയ്യും. ഏതായാലും മുനമ്പം വിഷയം, വഖഫ് ഭേദഗതി ബിൽ ഇവയൊക്കെ നോക്കിയിരിക്കുകയാണ് കേരളത്തിലെ KCBC എന്ന് വ്യക്തമാവുകയാണ്.